അത് നമ്മൾ റിപ്പീറ്റിംഗിൽ കണ്ടിട്ടുള്ളൂ. 25 പ്രാവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ അടുക്കലാണെങ്കിലും പുറത്താണെങ്കിലും ശരി. അപ്പൊ എനിക്ക് അതിനകത്ത് അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല. ചെയ്തു എന്ന് പറയിപ്പിക്കാനുള്ള സാധനം എന്താ കണ്ടത്? അത് ഹരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്ന് പറഞ്ഞില്ലേ? ദീപക് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഷിംജിതയെ കുറിച്ച്. ഷിംജിത ജയിലിനകത്ത് പുള്ളിക്ക് അത്ര സുഖകരമല്ല, പുള്ളിക്ക് ജാമ്യം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്ക് കരച്ചിലും പിടിച്ചിലും മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് മൊത്തം അദ്ദേഹമാണെന്നുള്ള രീതിയിലെ കുറേ സംസാരങ്ങളൊക്കെ നടന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ജയിലല്ലേ, അല്ലാതെ കൊട്ടാരത്തിലോട്ടൊന്നും അല്ലല്ലോ കൊണ്ടുപോയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിനക്ക് 4 നേരം ശാപ്പാട് കിട്ടും, അത് കഴിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി. ചെയ്തു പോയ പാവങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞു തീർക്കാൻ നോക്കുക. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, നമുക്കതിലേ പറയാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ശ്രീലക്ഷ്മി അറക്കിൽ, പിന്നെ ഒരു പുതിയൊരു ചേച്ചി വന്നല്ലോ. പുതിയ ചേച്ചി 4 വർഷം മുമ്പ് അവർ അത്യാവശ്യം ആക്റ്റീവായിരുന്നു. അപ്പോൾ അവരിപ്പോൾ വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ചർച്ചയിലാണ് അവർ വന്നത്. അവരുടെ പേരാണ് ഈ പറഞ്ഞ ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ടുണ്ട്. അവരിപ്പം അവരൊരു ഇൻ്റർവ്യൂ, മൈൽ സ്റ്റോണിനകത്ത് അവരൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ പോലുള്ളവരൊക്കെ എന്തിന് ഇൻ്റർവ്യൂവിൽ എടുക്കുന്നു? അദ്ദേഹം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചിട്ടിപ്പം ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ദിവസം കൂട്ടിക്കോ. എന്നിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് എതിരെ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വീട്ടുകാരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴും ഇവരെ പോലുള്ളവരൊക്കെ വന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇവർ പറയുന്നതിലും കാര്യമുണ്ട്, ഇവരാണ് ശരി എന്ന് പറയാൻ കുറേ ആൾക്കാരും. എങ്ങോട്ടാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാൻ പറ്റത്തോട് ചോദിക്കുക നിങ്ങളോടൊക്കെ തന്നെ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതൊരു നേരെ തിരിച്ചായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീയാ മരിച്ചെങ്കിൽ ഒരു ആണിന് വന്ന് ഇതുപോലെ ഇരുന്ന് പറയാൻ പറ്റുമോ? ഒരാണ് കറക്റ്റ് കാര്യങ്ങൾ കൊണ്ട് നിരത്തി കഴിഞ്ഞാൽ അവനെതിരെ കേസ് എടുക്കാനും അതെടുക്കാനും മറ്റെടുക്കാനും മറിച്ചെടുക്കാനും എന്തൊക്കെ വന്നല്ലേ, വനിതാ കമ്മീഷൻ, അത് ഇത് മറ്റേത്, ഫെമിനിസ്റ്റുകൾ, എൻ്റെ പൊന്നും ഇല്ലാത്ത എല്ലാവരും വരും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇവിടെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ദീപകിൻ്റെ കാര്യം വിട്. 14, 13 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ, അത് 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച കേസുകളിൽ പോലും ഇവിടെ ഒരു സ്ത്രീകൾ സംസാരിച്ചിട്ടില്ല. ഒരു പെണ്ണ് കോട്ടയത്ത് ഒരു അമ്മയും മകളും അവർ ചാടി ചത്ത് ആത്മഹത്യ ചെയ്ത സംഭവമാണ്. റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നത്. അത് അവിടെ അതൊന്നും ചർച്ച ചെയ്യാൻ ഒരു സ്ത്രീകളും ഒരു ഫെമിനിസ്റ്റുകളും വന്നിട്ടില്ല. അതുപോലെ തന്നെ കോട്ടയത്ത് ജിസ്മോൾ എന്ന് പറഞ്ഞൊരു ചേച്ചി, അവരിതുപോലെ വെള്ളത്തിൽ ചാടി ചത്ത്. ആ സമയത്തൊന്നും ഈ പറയുന്ന ഫെമിനിസ്റ്റുകളോ ആരും ഒന്നും വന്നിട്ടൊന്നുമില്ല. കാരണം അത്യാവശ്യം ട്രെൻഡിങ് നിൽക്കുന്ന കാര്യമാകുമ്പോൾ ഇതുപോലുള്ള കുറേ നാറികൾ വരും. ട്രെൻഡിങ് നിൽക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം വരും, അല്ലാത്ത കാര്യത്തിലൊന്നും ഇവളുമാരൊന്നും വരത്തില്ല. എന്തുകൊണ്ട് വരുന്നില്ല? പിന്നെ ഒരു കാര്യം പറയാം, വീട്ടിൽ ആണുങ്ങൾ വേണം. ഇവരെ പോലുള്ളവർക്കൊക്കെ ആൺകുഞ്ഞുങ്ങൾ ജനിക്കണം. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴേ ഇവൾമാർ ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൾമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകും ഇല്ല. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട്. ജയിലിൽ കിടന്ന സമയത്താണെങ്കിൽ +1 പഠിക്കുന്ന ഒരു പയ്യന ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് അവൻ്റെ പേരിൽ മറ്റേ കേസ് കൊണ്ടു കൊടുത്തു. 20 വർഷമാണ് ജയിലിൽ ശിക്ഷയായിട്ട് കിടക്കുന്നത്. 20 വർഷം. ഒരു രാഹുൽ അതിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടു നോക്ക് നിങ്ങൾ, നോക്ക്. 20 വർഷം. രണ്ട് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണ്. അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയെ കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു. 20 വർഷം. 20 വർഷം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ പയ്യന്റെ ഒന്ന് പരസ്പരം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞാണോ? പരസ്പരം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞാലേ. അതുകൊണ്ട് മെൻസ് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരണം. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അത് തെറ്റിയത് ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, പക്ഷെ നിരപരാധികൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിനു മുമ്പ് ശോഭാ വിശ്വനാഥും കൂടെ പറയുന്നത്, ശ്രീലക്ഷ്മി അറക്കലിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് കഥാനായികയുടെ അടുത്തോട്ട് നമുക്ക് പോവാം. ഹരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്ന് പറഞ്ഞില്ലേ? ശ്രീലക്ഷ്മി അറക്കലിനെ മനസ്സിലായില്ല. ചിലപ്പോ ചപ്പാത്തി ആയിരിക്കും പുള്ളിക്കാരി കഴിക്കുന്നത്. അറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അല്ല, ഒരിക്കലും അല്ല. അത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ? അത് ഫെമിനിസം എന്ന് പറയുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടെ ആൻഡ് സ്പെഷ്യലി ഒരുപാട് പുരുഷന്മാര് ഫെമിനിസ്റ്റുകളായിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ പുരുഷന്മാര് വരണം കൂടുതലായിട്ടും. ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ കോപ്പാണ് സത്യം പറഞ്ഞ ഇവളുമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഫെയിമിനും അതിനും ഇതിനും വേണ്ടി മാത്രം കുറേയാണ് സംസാരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ കഥാനായിക എൻ്റെ പൊന്നെ ശ്രീലക്ഷ്മി അറക്കലിനെ കടത്തി വെട്ടുന്ന ഒരു വിവരം കേട്ട ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എന്തായാലും നമുക്ക് അവരുടെ മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ ദീപക് ഒന്നും കൂടെ കമൻറ്റ് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. വീഡിയോയിലോട്ട് പോവാം. പിന്നെ ലൈക്കും കൂടെ കൊടുത്തേക്കുക. ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായി എത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം?
എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പീഡിപ്പിക്കപ്പെടുന്നുള്ള ഒരു കാരണം മാത്രമാണ്. അത് ഞാൻ പൂർണ്ണമായി ഞാൻ തള്ളിക്കളയുന്നില്ല. ഓക്കെ ആ ആ ഒരു കാരണം നിർത്തിക്കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇത്ര പ്രായമുള്ള ഒരു വ്യക്തി ഇയാളുടെ അമ്മയോട് പറഞ്ഞ ഡയലോഗുകൾ, അമ്മ പുറത്തിരിക്കരുത്, ആണായാലും പെണ്ണായാലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളാണ് ചുറ്റുപാടുള്ളത് എന്നുള്ള വ്യക്തത, ഈ ധാരണകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് അറിയില്ല, ഒരു ഇൻട്രോവേർട്ട് ആണ്. ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കില്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാണ് പറഞ്ഞത്. ഒതുങ്ങി എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇയാൾ അങ്ങനെ ഒരാളാണെന്നല്ല പറയുന്നത്. അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ആ ജസ്റ്റേഴ്സ് ഭയങ്കര നോണാണ്. പക്ഷേ എന്ന് വെച്ചാൽ അത് നമ്മൾ റിപ്പീറ്റിംഗ്ലി കണ്ടിട്ടുള്ളൂ. 25 പ്രാവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുക്കലാണെങ്കിലും പുറത്താണെങ്കിലും ശരി. അപ്പോൾ എനിക്ക് അതിനകത്ത് അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല. ചെയ്തു എന്ന് പറയിപ്പിക്കാനുള്ള സാധനം എന്താ കണ്ടത്? അത് കണ്ടത് ആ ടച്ച് തന്നെ. ഏതാണ് ടച്ച്? ആ ടച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിയിട്ട് ഞാൻ ചോദിച്ചിട്ടെ, ഞാൻ ഇപ്പോൾ അയാൾ മരിച്ചു മേലെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഡിസ്കഷനിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. 7 വീഡിയോ ആണ്, 7 ക്ലിപ്പ് എടുത്തു എന്ന് പറഞ്ഞു ഷിംജിത. ഈ 7 ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ല. ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന്. അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ, ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ തിരിഞ്ഞു നോക്കി സോറി പറയും. ആ വീഡിയോ നിൽക്കുന്ന സമയത്ത് ദീപക് എന്റെ പൊന്നെ ചേച്ചി, അപ്പോൾ സോറി പറയണമെന്നാണ് ഈ പറയുന്നത്. 7 ക്ലിപ്പിന്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. 7 ക്ലിപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാം ഒറ്റ ഇതിലായിട്ട് അവളെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആദ്യം ഗ്യാപ്പിട്ട് നിൽക്കുന്നു, പിന്നെ അടുത്ത് നിൽക്കുന്നു. ഫസ്റ്റ് ഷോട്ട് ഈ അടുത്ത് നിന്ന് മുട്ടിയതാണെങ്കിലോ ചിലപ്പോൾ അവളെടുത്തത് ഒന്ന് ചിന്തിച്ചുകൂടെ? അദ്ദേഹത്തിന്റെ ഇവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിന് ഏകദേശം പോയ നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ബസ് കടന്ന് പോകുന്ന പോക്കും നല്ല സ്പീഡിലായിരുന്നു. അയാൾ അതുപോലെ കടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ദേഹത്ത് ഒരു വെട്ടേ മുട്ടിയിട്ടുള്ളൂ, ഒറ്റ ഒരു വട്ടം. 1, 2, 3 വട്ടം ഒന്നും അല്ലല്ലോ മുട്ടിയത്. ആ മുട്ടിയ ഭാഗം അവൾ സ്ലോ മോഷനിൽ ഇട്ടപ്പോൾ അത് എങ്ങനെ പോയാലും ഒരു 6 7 സെക്കൻഡ് നിൽക്കുന്ന രീതി വരും. അല്ലെങ്കിൽ ഇപ്പോൾ 4 സെക്കൻഡ്. ആ 4 സെക്കൻഡ് സത്യം പറഞ്ഞാൽ സ്പീഡിലിട്ട് നോക്കുമ്പോഴാണ് ജസ്റ്റ് ഇങ്ങനെ മുട്ടി അങ്ങ് പോകുക. അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് വേറൊരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. ആ പെൺകുട്ടി ഏതാ? അപ്പോൾ ഓക്കെ, ഇവിടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഞാൻ അതാ ചോദിക്കുന്നത്. ഇവിടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ വിളിച്ചായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന ദീപക്കുമായിട്ട് പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് ഇവിടെ എന്താ പറയാ, അയാൾ തെറ്റിയതെന്നും ഉള്ള വോയിസും റെക്കോർഡും കാര്യങ്ങളും നമ്മളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ടാണോ നിൽക്കുന്നത്? നിങ്ങൾ തന്നെ പറ, ചിരിച്ചുകൊണ്ടാണോ നിൽക്കുന്നത്? ഇപ്പം ഞാൻ നോക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്നത്, കാണുന്ന സ്ത്രീകളോട്, നിങ്ങളുടെ ദേഹത്ത് ഞാനൊന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ ഞാനൊരു മുട്ട് തരുമ്പോൾ നിങ്ങൾ അതിന് മുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുമോ? നല്ല തന്തൊക്കെ എണിച്ച് നല്ല നട്ടുള്ളവന്മാരാണെങ്കിൽ സ്പോട്ടിൽ കൊടുക്കും, സ്പോട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഇപ്പം നമ്മുടെ അടുത്താണ്, നമ്മളൊന്നും ഇതുപോലുള്ള കാര്യത്തിലൊന്നും പോകത്തുന്നില്ല. പിന്നെ നമ്മുടെ അടുത്താണ് എടാ നീ മുട്ടിയെന്നും പറഞ്ഞിട്ട് ഞാൻ നിരപരാധിയായ കേസ് കേട്ടാണെങ്കിൽ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അപ്പം സ്പോട്ടിൽ ചെവുക്കുലി നോക്കി അടിക്കും. അവിടെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവുണ്ടാവില്ല. ഞാൻ തെറ്റിയാത്തൊരു കാര്യത്തിലാണെങ്കിൽ സ്പോട്ടിൽ കൊടുക്കും. എന്ത് വന്നെന്ന് പറഞ്ഞാലും ജീവിതം ഒന്നേ ഉള്ളൂ, ഒരടി വെച്ച് കൊടുക്കും. അല്ലാതെ കണ്ട നാളുകൾ ഒരു തെണ്ടി ഇങ്ങോട്ട് വന്നിട്ട് പീഡിപ്പിക്കും അങ്ങനൊന്നും നമ്മൾ പറഞ്ഞില്ല. അവിടെ തെറ്റ് കണ്ടാല കാരണം നോക്കി അടിക്കും. എങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി? ദീപക് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ നോക്കി നിൽക്കുന്നതിൽ ആളുകളുണ്ടോ എന്ന് തോന്നുന്നത് കുറച്ചുകൂടി കയറി നിൽക്കാൻ സ്പേസ് ഉണ്ടെന്നാണ് തോന്നിയത്. അയാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അവോയ്ഡ് ചെയ്ത് പോകായിരുന്നു. വീഡിയോയിൽ കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഓൾറെഡി ഷിംജിത് പിടിച്ചിരിക്കുന്ന ഭാഗത്തോട് ഇവിടെ സ്പേസ് ഉണ്ട്, ബാക്കിലാണ്. ആ ഷിംജിത് വീഡിയോ എടുക്കുന്നതിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീ മാത്രമാണ് വീഡിയോട് നോക്കി നിൽക്കുന്നത്, ദീപക്കെല്ലാം നോക്കി നിൽക്കുന്നത് അല്ലേ? സ്വഭാവമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കുമ്പോൾ കയറി നിൽക്കാണ് വേണ്ടത്. നേരെ തിരിച്ച് അപ്പുറത്തോട് ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യ പുരുഷൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു. ഇതൊന്നും അല്ല ഇവിടുത്തെ കോൺടെസ്റ്റ്. അയാൾ മാറി നിൽക്കുന്നത് ഒരു വീഡിയോയിൽ അയാൾ ഇങ്ങനെ നിൽക്കുന്നു, മറ്റു വീഡിയോയിൽ അയാൾ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത്. ഇഫ് ഷീ നോസ് ദാറ്റ് അയാൾ അങ്ങനത്തെ ഒരുത്തൻ അല്ല എന്ന് അവർക്ക് തോന്നുക, അവർ അങ്ങനെ അയാൾ അതിന് മുമ്പ് അത് കാണിച്ചിട്ടില്ല, അവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അത് നിൽക്കുന്നത് ക്യാമറ കൊണ്ട്? എങ്കിൽ അതേ രീതിയിൽ ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായില്ല, അവർ നിൽക്കുന്ന ഒരു ആക്ഷൻ പോലും മനസ്സിലാക്കാൻ സ്ത്രീക്ക് പറ്റുന്നത് പക്ഷേ വ്യക്തിപരമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നതായിരിക്കും. പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്ന സ്ത്രീ തന്നെ ഇന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അനുവാദം കൂടാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഷിംജിതയ്ക്കെതിരെ. ഇതൊരു വിഷയമാണ്, ഇത് സ്ത്രീകൾക്ക് മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ തയ്യാറായില്ല? എനിക്കും ആ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ടച്ച് ഉണ്ടാവാണെങ്കിൽ ഈ ഷിംജിതയ്ക്ക് മുമ്പേ നിൽക്കുന്ന ആൾക്കാണ് ആദ്യം ഉൾപ്പെടുന്നത് അല്ലെ? അങ്ങനെ അത് തയ്യാറായിട്ടില്ല, വ്യക്തി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ സ്ത്രീകളും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്, എല്ലാ സ്ത്രീകളും ഒരേ സ്റ്റാൻഡിലാണ് ചിന്തിക്കുന്നത്? അല്ല, ആ സ്ത്രീ ഇപ്പം ഇവർ കൊടുത്തേക്കുന്ന പരാതി ഇപ്പോഴാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയും മോബ് ഈ ഒരു മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴും ഷിംജിതയ്ക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് ജീവനോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്മാരോ അല്ല പേടിയുള്ള മനുഷ്യന്മാരൊന്നും ഇതിനെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഷിംജിതനെ. അത് വളരെ ക്ലിയർ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു, അത് കൃത്യമായി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മെജോറിറ്റിയുടെ കൂടെ നിൽക്കുക. ഞാനിപ്പോൾ രാഹുൽ ഈശ്വറിനോടാണെങ്കിലും ഞാൻ ചോദിച്ച പേര് മെൻഷൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമെങ്കിലും അയാളോടാണെങ്കിലും ഞാൻ ചോദിച്ചു, വൈ യു ഗൈസ് ആർ സ്റ്റാൻഡിംഗ് വിത്ത് മെജോറിറ്റി? ഞാൻ ഇന്റൻഷനലി ഒരു മൈനോറിറ്റിയുടെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ മൈനോറിറ്റി അഭിപ്രായത്തിലൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അതിന് കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ ആളുകൾ കാണാത്ത ഒരു സ്പേസ് എന്താണ്, ആ സ്പേസിനെ അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സൈക്കോളജിക്കൽ ഇഷ്യൂ അയാൾക്കുണ്ടാവാം, അയാളുടെ വീട്ടിൽ ഈ 41 വയസ്സിൽ അയാളുടെ വേറെ സ്പേസുകളൊന്നും അഡ്രസ് ചെയ്യുന്നില്ല, സ്ത്രീകളായിട്ടുള്ള ബന്ധം, അയാൾക്ക് വേറെ സുഹൃത്തുക്കൾ ആരും അറിഞ്ഞിട്ടില്ല നാട്ടിലായിട്ട്. അപ്പൊ ആ നാട്ടിൽ അയാൾക്ക് ഷെയർ ചെയ്യാൻ ആൾക്കാരില്ല, അയാളുടെ വീട്ടിൽ അയാൾ ഓപ്പൺ ആയിട്ട് കോൺവെർസേഷൻ നടത്താറില്ല, അയാളുടെ ബർത്ത്ഡേ അന്ന് മരിക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാൾ മനഃപൂർവ്വം ചെയ്തതാണ് ടു ക്ലിയർ ഹിസ്. എന്ത് മനഃപൂർവ്വം ചെയ്തെന്നും പറഞ്ഞിട്ട് എടാ ഈ ഓക്കെ ഒരു പരിചയമില്ലാതെ ഷിംജിതയ്ക്ക് വേണ്ടി ഓക്കെ അവൾ ഇതൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു ആരെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുമോ?
ഇവിടെ എന്ത് വിവരക്കേട് ആണ് ഇവർ പറയുന്നത്? സത്യം പറഞ്ഞ ഇവരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ വിവരക്കേടാണ്. ഇവരെന്താണ് പറയുന്നത് പോലും ഇവർക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി തോന്നി വാസുകൾ വിളിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അയാൾ ചുമ്മാ ചെയ്തതാണെന്ന്. അവിടെ ഒരുത്തരുടെ ജീവിതം വെച്ചിട്ടാണോ ഈ കളിക്കുന്നത്? അയ്യേ, ഒരു ലോജിക്ക് വേണ്ടേ? പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വ്യക്തത വേണ്ടേ? ഒന്നുമില്ല. പുള്ളി ചോദിച്ച ചോദ്യം എന്താണ്, അവിടെ നിന്നൊരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായി, ആ പെൺകുട്ടി എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ പറഞ്ഞ എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. പിന്നെ അങ്ങോട്ട് റൂട്ട് മാറ്റി അങ്ങ് പോവുകയും ചെയ്യും. അവിടെ വീഡിയോയിലെ 3-5 സ്ത്രീകളുടെ ഫോട്ടോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിലെ ആരെങ്കിലും ഇപ്പൊ ആൾക്കാർ വിചാരിക്കുമല്ലോ, ഒരു പെൺകുട്ടിക്ക് അവിടെ മോശം അനുഭവം ഉണ്ടായി, അപ്പൊ അവിടെ 3-4 പെൺകുട്ടിയുടെ ഫേസ് കാണുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അതിലെ ഏതൊരു പെൺകുട്ടി വന്നിട്ടാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തത്. ഇന്നപോലെ എന്റെ ഫോട്ടോസ് ഇവിടെ വരുന്നുണ്ട്, ഇത് പ്രചരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവന്റെ കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തത്. ചോദിച്ച ചോദ്യത്തിനല്ലേ ഇവിടെ ഉത്തരം തരുന്നത്. ഇവിടെ ഏതൊക്കെയോ കഥകൾ ഇരുന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊരു ഒന്നും മനസ്സിലാവാത്ത രീതി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല. എനിക്കൊരു യോജിപ്പില്ല. ഇവരെ പോലുള്ളവരൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ പോയത് തന്നെ ഏറ്റവും വലിയ കഷ്ടമാണ്. കാരണം ഇപ്പോഴത്തെ കുറെ ആൾക്കാരുടെ സ്വഭാവമാണ്, എന്ത് ട്രെൻഡിങ് വരുന്നുണ്ടോ അപ്പോൾ അവർ ഇന്റർവ്യൂ കൊടുക്കും. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവരെ കൂട്ടുള്ള അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ സ്പേസിൽ നിന്നിട്ട് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന എല്ലാ പൊളിറ്റീഷ്യൻസും കോൺട്രവേഴ്സി വീഡിയോസ് എടുക്കാനും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇതിനെതിരെ പറഞ്ഞ ഗണേഷ് ഏട്ടൻ എത്രയോ വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നില ഈ സ്ത്രീം അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുകയോ ഇല്ലെങ്കിൽ അതിനൊരു നീതി വേണമെന്നുള്ള രീതിയിലേക്ക് ഷിംജിത ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഒരു കംപ്ലൈന്റ് അതൊരു ബസ്സിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആദ്യം പറയാൻ അവരോടായിരിക്കും, ചിലപ്പോൾ കണ്ടക്ടറിനോടോ അല്ലെങ്കിൽ നിൽക്കുന്ന ഡ്രൈവറോട് ചിലപ്പോൾ പറയുന്നില്ല, ആരോഗ്യട്ടെ. ഇതിനപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ പോലീസ് കേസിലോ പരാതി കൊടുക്കാനോ ഇതിന്റെ തെളിവ് കൃത്യമായിട്ട് കയ്യിലുണ്ട്, അത് വെച്ചിട്ട് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം ക്ലിയർ ചെയ്യട്ടെ. കണ്ടക്ടറിനോട് പോയി പറയുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ബസ്സിലുണ്ടാകുന്ന അബ്യൂസ്. കണ്ടക്ടറിനോട് ഞാനൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദേ വിൽ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് തിങ്. ഈ കണ്ടക്ടർ ഭയങ്കര മൊറാലിറ്റി ഉള്ള മനുഷ്യനാണ്, ഇതേക്കുറിച്ച് സംസാരിക്കാൻ പോലും പേടിയായിരിക്കും. വിട് നാടും കേട് വിട് പോലീസുകാർ എന്നോട് സംഭവിച്ച കേസുകളിൽ തന്നെ നേരെ സ്റ്റേഷനിൽ പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കേസിലും അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന റിയാക്ട് ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുന്ന സമയത്ത് ചെയ്യാതെ ഇരിക്കുകയാണ് വേണ്ടത്. മുൻവിധിയോട് കൂടി കാണുകയല്ലോ. അങ്ങനെയല്ല, ഒരു മുൻവിധി ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഒരു പോസിബിലിറ്റിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും വീട്ടിലിരിക്കുന്ന കഞ്ഞി ഉണ്ടാക്കുന്നത് മുതൽ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യുന്ന കുളിക്കുന്ന സീൻ എടുത്തിരുന്നില്ലെന്നേ ഉള്ളൂ. അതുവരെ എല്ലാ ആൾക്കാരും എടുത്തിരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന പോലെയല്ലോ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആൾക്കൂട്ട വിചാരണയ്ക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണയ്ക്കോ തയ്യാറാവാൻ ഇട്ടുകൊടുക്കുന്നത്. പരാതിയാണോ? അവർക്ക് പരാതിയാണല്ലോ. അവർക്ക് പരാതി കൊടുക്കുക എന്നുള്ളതിന് അവർക്ക് സ്വയം പരാതിയുണ്ട്. ആ പരാതി അവർ റെസ്പോണ്ട് ചെയ്ത രീതിയായിരിക്കും. പരാതി കൊടുക്കുക, ലീഗലി പരാതി കൊടുക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യം. നിയമവ്യവസ്ഥയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോയി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വർക്കാണ്. അതൊരു വർക്കാണ്. അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കുണ്ടായ പരാതി ആള് തന്നെ ഒരു നിയമവ്യവസ്ഥയെ സഹായം തേടാതെ ആള് തന്നെ അതിനൊരു പ്രതിവിധി കാണുന്നത് വീഡിയോയിലൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലെ? അതായിരിക്കും ആൾക്ക് കിട്ടുന്ന ശിക്ഷ. ഷിംജിത ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇവിടെ നിയമവ്യവസ്ഥ ചിലപ്പോൾ എന്തിനായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആരോപിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കുറ്റം ആരോപിതനാവുന്ന ഒരാൾ ഇതിലെ ശരിതെറ്റുകൾക്ക് മുമ്പേ തന്നെ വിധി അങ്ങ് പ്രസ്താവിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ആ ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുക. നമ്മുടെ നിയമവ്യവസ്ഥയിൽ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ഭരണഘടനയും അല്ലെങ്കിൽ നമ്മുടെ നിയമവും കൃത്യമായ രീതിയിലാണ് പോകുന്നതെന്ന്. നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് അതിലേക്ക് പോകാനുള്ളത് ഒരു ഫ്രീഡവും അല്ലെങ്കിൽ സ്പേസും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ ഒരു ഭയങ്കര എത്തപ്പെടാത്ത ഒരു സ്പേസ് പോലാണ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനെ പലരും കാണുന്നത്. എത്തിപ്പെടാൻ പറ്റാത്തതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുമായ സ്പേസ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. അപ്പം സാധാരണക്കാർക്ക് പല രീതിയിലാണ് പോലീസ് സ്റ്റേഷനെ കുറിച്ച്. എന്റെ അടുക്കൽ ഇന്നലെ തന്നെ എനിക്കറിയില്ല ഒരുപാട് കോൾ എന്റെ പഴയ സുഹൃത്തുക്കൾ എന്നെ ജീവിതത്തിൽ വിളിക്കാത്ത ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഇന്നലെ സംസാരിച്ചിട്ട് പറഞ്ഞു, വി ഫെൽറ്റ് ദ ടച്ച് ഇസ് ബാഡ്, വി റിയലി നോ ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു സേ, വി ഡോണ്ട് വാണ്ട് ടു ബി എക്സ്പോസ്ഡ് ആൻഡ് വി ഡോണ്ട് വാണ്ട്. വെറുതെ ലൈക്ക് ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്താൽ ഞാൻ നാട്ടിലുള്ള കുട്ടികളോട് എന്റെ ബ്രദറിനോട് അപ്പുറം എല്ലാവരും ചോദിച്ചു ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്. അവർ എക്സ്പ്ലെയിൻ ചെയ്തത്, ചേച്ചി ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോൺ പോക്കറ്റ് വെച്ചിട്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാർ പോക്കറ്റ് കൈയിടും. എന്തിനാ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീ ഈസി ആയിട്ട് പോകും. നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ്. അയാൾ ഫോൺ എടുക്കുമല്ലായിരുന്നു, അയാൾ തട്ടിയില്ലല്ലോ. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ പ്രൂഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ബാഗ് ഇങ്ങനെ പിടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ബാക്ക് ചെയ്യുന്ന സാധനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അയാൾ ഫ്രണ്ടിൽ ബാഗ് പിടിച്ചോണ്ടിരിക്കുന്നത് ഭാരമുള്ള ബാഗ് അല്ലായിരുന്നു. ഒന്നാമത് തന്നെ അതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, ഭാരമുള്ള ബാഗ് KSRTC ബസ് മേലെ ഒരു സാധനം അവിടെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കും. കാലാകാലങ്ങളായി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് വരെ ഞങ്ങൾ എല്ലാവരും ഇന്ന് പോലും ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും ചെയ്തതാണ്. ഒന്നെങ്കിൽ മേലെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പേസ് വെക്കും. വെയിറ്റ് ഉള്ള ബാഗാണ്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ ചേച്ചി ബാഗ് എവിടെ വെക്കണം വേണ്ട എന്നൊക്കെ. ഞാനൊരു കാര്യം പറയും, ഇവരെ പോലുള്ള ഓരോ സ്ത്രീകൾ ഈ വളച്ചൊടിക്കുന്ന ഒരു സംഭവം മനുഷ്യനെ വെറും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അയാളിപ്പോൾ ബാഗ് തൂക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് തന്നെ എന്താ പറയുക, അത് പോലും ഇപ്പോൾ ഒരു കുറ്റമാണെന്നുള്ള രീതിയിലാണ്. കാരണം അതുപോലത്തെ സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. ബാഗ് കയ്യിലുണ്ടെങ്കിൽ ഇന്നടുത്ത് വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ചിലപ്പോൾ ആ ബാഗിൽ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ ബസ്സിലും എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പണമോ നമ്മുടെ കൂടെ ഒരു ബാഗിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കാനേ നോക്കത്തുള്ളൂ. അല്ല എടുത്ത് ആ മൂലയ്ക്ക് വെക്കാനോ ഈ മൂലയ്ക്ക് വെക്കാനോ ഒന്നും പോകത്തില്ല. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഈ പറയുന്ന അമ്മച്ചിക്ക് വല്ലതും അറിയാവോ? ഒന്നും അറിയത്തില്ല. അവർക്ക് ചുമ്മാ ഇങ്ങനെ വഴക്കുണ്ടാക്കുക, ഒരു കോണ്ടന്റ് ഉണ്ടാക്കുക, അത് മാത്രം. അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവരെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയിലിൻ്റെ കൊമ്പ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ സംസാര രീതിയാണ് നിങ്ങൾ കണ്ടില്ലേ. ഒരു മനുഷ്യനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. ഒരുപാട് കോൾ വന്നപ്പം അയാൾ ടച്ച് ചെയ്ത് കണ്ടു, ടച്ച് ചെയ്തു
100% അയാൾ ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്തില്ല, അവൾ ഏറ്റവും സ്ലോയിലിട്ടാണ് കാണിച്ചത്. ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഷിംജിതയുടെ അടുത്ത് അയാൾ സപ്പോസ് ഇപ്പോൾ മോശമായിട്ട് പെരുമാറി എന്ന് വെച്ചോ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക. അവൾ അത് കാണിച്ചു. പക്ഷെ കാണിക്കേണ്ട രീതി എന്താണ്? വീഡിയോ എടുക്കുക, ചിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവിടെ? അല്ലെങ്കിൽ അവളൊന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവൾ പേടിച്ചിട്ട് എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? ഞാൻ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുണ്ട്. അത് അവൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചത് എങ്ങനെയാണ്? പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇവള് കാരണം ജീവിതം പോയി അയാൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടായി കാണുമായിരിക്കാം. പിന്നെ എൻ്റെ പൊന്നമ്മച്ചി ഇങ്ങനെ വന്ന് വളച്ചൊടിക്കല്ലേ. ഇപ്പം ന്യായം ഉണ്ടെങ്കിൽ പോലും, ഇപ്പം സപ്പോസ് അവിടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും അതിനെന്ത് ഇതുണ്ട്, പ്രശസ്തിയുണ്ട്? ഒരു കോപ്പുമില്ല. ഏതോ അഫ്സാക്കെ റെജി എന്ന് പറഞ്ഞ ഒരുത്തി വന്നിട്ട് ട്രെൻഡിങ് ഉണ്ടാക്കിയിട്ട് പോയതാണ്. അത് ഏറ്റുപിടിക്കാൻ പോയതാണ്. മറ്റവള് മുഖം മറച്ചു വെച്ച് ഇവിടെ മുഖം കാണിച്ച് വലിയ ആളാവാൻ നോക്കിയതാണ്. അവസാനം വലിച്ചിരിക്കുന്നു. സമയങ്ങൾ ഉണ്ടാവാറുണ്ടാവില്ല. നമുക്ക് സ്പേസിൽ അത് വെക്കാൻ അത് ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. വേറെ ആൾ ദേഹത്തിന്റെ ബാഗ് വെച്ചിട്ട് ഞാൻ തട്ടുന്നുണ്ടോ? ഇതൊക്കെ ഒരു ബാഗ് എടുക്കുന്നതോ പൊക്കുന്നതോ ഇത് ബാക്ക് പാക്ക് ആണ്, ഇത് ബാക്ക് പാക്ക് ആണ്, ഇത് ഹാൻഡ് ബാഗ് അല്ല. മനസ്സിലായോ? ഈ ബാക്ക് പാക്ക് ഇങ്ങനെ തന്നെ പിടിക്കണോ? ബാക്ക് പാക്ക് 2 സാധനം ഉണ്ട്. ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ തട്ടത്തോലില്ലല്ലോ. നമുക്ക് എത്ര പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് ബാക്കിൽ ഇടാൻ ഈ പറഞ്ഞ കണ്ടക്ടേഴ്സ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബാഗ് എടുത്ത് ഒതുക്കി കയ്യിൽ പിടിക്കുക, ആളുകൾ സ്പേസ് അതൊന്ന്. രണ്ടാമത്തെ കേസ് നമുക്ക് കുറെ നേരത്തെ പിടിച്ച് നിൽക്കുന്നതും ഷോർട്ട് പെയിൻ ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എത്ര പേരുണ്ട്. ആ ചെറിയ കാര്യത്തിന് പോലും ഇതിനെ അഗെയിൻസ്റ്റ് ആയി സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ വിഷയട്ടെ. അത് നിസ്സാര കാര്യം പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത്? ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിംജിത ജയിലായാലാണോ? അതിൽ കൂടുതൽ വിഷമിക്കുന്നില്ല. മരണം എപ്പോഴും ഒരു വിഷമമല്ലേ? ജയിലായത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. അതിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഷിംജിത നിയമവ്യവസ്ഥയെ അംഗീകരിച്ചില്ലെങ്കിൽ ഷിംജിതയ്ക്ക് അതിന് ശിക്ഷ കിട്ടും. അത് ജനങ്ങളുടെ ശിക്ഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഷിംജിത അതിജീവിതയാണോ? ഷിംജിത അങ്ങനെ അതിജീവിതയല്ല. അവർ അത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് പ്രൂവ് ചെയ്യണം. അവർ അതിൽ ഉറച്ചു നിന്ന് അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു വിഷയത്തിൽ പ്രത്യേകിച്ച് സംവാദത്തിലെ ഒരു വിഷയത്തെ 2 തലങ്ങളിൽ സംസാരിക്കും അല്ലെ? അത്തരത്തിലെ സംസാരിച്ചിരുന്ന ഒരാളാണ് ഐശ്വര്യനൊപ്പം തന്നെ ശ്രീലക്ഷ്മി അർക്കി ഉൾപ്പെടെ. ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് എതിർപക്ഷം എന്ന് സംസാരിക്കുന്ന അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് അടുത്തിരിക്കുന്ന ഒരാൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിന് എതിർത്ത് നിൽക്കോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ടീമാണ്, ഇവർക്കെതിരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, വിഷയത്തിന് വഴിതിരിച്ചു പോകും എന്ന് ചിന്തിക്കും. ഏതാ പറയുക? ശരി, എനിക്ക് ശ്രീലക്ഷ്മി അറക്കിനെ ഫോർ എക്സാമ്പിൾ എനിക്ക് അറിയാവുന്നത്, ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് ശ്രീലക്ഷ്മി കാണുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നത് ഒരു കോമൺ സ്പേസിൽ വെച്ചിട്ട് കനകുന്ന് പാലസ് വെച്ചിട്ടാണ്. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഷാമേട്ടിന്റെ ഒരു സ്പേസ് ഞങ്ങൾ എല്ലാവരും കൂടെ കാണുന്ന സമയത്ത് അവരതിൽ വരുന്നു, നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നതോടെ പരിചയപ്പെടുന്നു, ഹലോ ഹായ് പറയുന്നു, പോകുന്നു. എനിക്ക് അതിനകത്തേക്ക് ശ്രീലക്ഷ്മി അറിയില്ല. ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ലായിരിക്കും. അവരുടേതായ സാഹചര്യങ്ങളും അവരെന്ന് പറയുന്ന ഒരു വ്യക്തി വേറെ ആളാണ്, അവരുടെ അനുഭവങ്ങൾ വേറെയാണ്, അത് ചെറുതല്ല. അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഇപ്പോൾ അവരെന്തെങ്കിലും പൊട്ടത്തിലൊക്കെ പറയുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ടൊന്നും തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. അതിനകത്തൊന്നും എനിക്ക് ഒരു അല്ല ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കണം, ഇന്നലെ പറയാവോ, ഇന്നലെ ഇടാവോ, ഇങ്ങനെ പെരുമാറണം. ആ കുട്ടീനെ എത്ര പേരാണ് തന്തയില്ലാത്തതെന്നൊക്കെ വിളിക്കുന്നത്. ഭയങ്കര എന്നുവെച്ചാൽ നമ്മുടെ നാടിന്റെ ഫ്രസ്ട്രേഷനോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അയ്യോ ചേച്ചി, അത് വിളിക്കുന്നതിന്റെ റീസൺ വേറെ ഒന്നും അല്ല. ജനിപ്പിച്ച തന്തയെ കുറിച്ച് തന്നെ അവൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാവോ? ജനിപ്പിച്ച തന്തയെ കുറിച്ച് തന്നെ അവൾ എന്താ പറയുന്നത്? ഇല്ല, കണക്കാവിലെ മമ്മൂട്ടി വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ വലിയ പ്രശ്നക്കാരനാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, സ്ത്രീകളെയൊക്കെ വേറെ രീതിയിലാണ് കാണുന്നത്, അങ്ങനെ ഉണ്ടായവളാണ് ഞാൻ എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ അവൾ സംസാരിക്കുന്ന രീതികൾ പറഞ്ഞു മരിച്ചുപോയ ഈ പറയുന്ന ദീപകിന്റെ അമ്മ വന്ന ഓർമ്മയുണ്ടോ? 3ാമത്തെ 4 ദിവസം നിങ്ങളുടെ 24/7 വന്നിട്ട് ഈ പറയുന്ന അമ്മ സംസാരിച്ചു. അതിനുശേഷം ഇവള് പറഞ്ഞ ഓരോ വാക്കുകളൊന്നും ആലോചിക്കണം. ഇതൊക്കെ അമ്മ കണ്ടോണ്ടിരിക്കുക. അതുപോലുള്ള ഒരു പെണ്ണിനെ ആരായാലും ചിലപ്പോൾ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ പൊന്നെ ചേച്ചിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ? ഞാൻ അറിയാൻ പറ്റത്തോട്ട് തോന്നുന്നു. എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ശരിക്കും ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് ഈ 3 വർഷത്തിനിടയ്ക്കാണ് ശരിക്കും ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്ന ചേച്ചി ആ സമയത്ത് ഇല്ലായിരുന്നു. ഇനി മനസ്സിലാക്കിക്കോളും. ഇനിയിപ്പോൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ എടുത്തിട്ട് വഞ്ഞിക്കിടുമ്പോൾ ചേച്ചിയും കൂടെ അത് മനസ്സിലാക്കും. കാരണം നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നുള്ളൂ. ആ പാവം പിടിച്ചവൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും നിങ്ങൾ ഉറച്ചു പറയുന്നു. എന്തുറച്ചു പറയുന്നു? ആ 7 വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. മുട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് സന്തോഷത്തോടെ. ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ പറയുന്നത് ഈ ഐശ്വര്യ ചേച്ചിയുടെ അടുത്താണ് ഓരോ ടച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമോ? സ്പോട്ടിൽ കൊടുക്കത്തില്ലേ? നിങ്ങളുടെ ഈ ഒരു രീതി, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് മലത്തിയടിക്കാനേ നിങ്ങൾ നോക്കൂ. പക്ഷെ അവൾ ചെയ്തതോ അതുപോലുള്ള അവൾമാരെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ ആളുകൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്? എന്തിനാണ് അത്രയും വൈരാഗ്യം ഒരാളോട് കാണിക്കേണ്ട ആവശ്യം? ദീപകിന്റെ മരണത്തിൽ നമ്മളെല്ലാം എമ്പതൈസ് ചെയ്യുന്നുണ്ട്. അത് എമ്പതൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ഒരു മകൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും വിഷമം അത് നമ്മൾക്ക് കണ്ടിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ മരണത്തെ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും മരിക്കേണ്ടവനല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ മരിക്കുന്നതെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഷിംജിതയുടെ അടുത്ത് കണ്ണുവടിച്ച് നിന്ന് ആ ഷിംജിത നീ ചെയ്ത് നന്നായി ചേച്ചി. ഇത് കേരളം ചേച്ചി. ഇപ്പൊ ഇത് മൊത്തം വൈറലായി. ഇത് വൈറലായി കഴിയുമ്പോൾ വിഷയം എന്താന്ന് വെച്ചാൽ അയാൾ നിരപരാധി ആണെങ്കിൽ പോലും അയാൾ ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ ആരും കാണത്തില്ല. 10 പേരില്ല ഒരാൾ അല്ലെങ്കിൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തീരാനേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവർക്കും സത്യം എല്ലാവർക്കും സത്യം മനസ്സിലാക്കണമെന്നില്ല. എല്ലാവർക്കും ഇതിപ്പം ഒരു കേസായി കഴിഞ്ഞാൽ എത്ര നാൾ ഇതിന്റെ പുറകെ പോകും?
ഒരു കേസായി കഴിഞ്ഞാൽ എത്ര നാൾ പുറകെ പോകും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ചിലപ്പോൾ 1, 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ അന്ന് ഞാൻ ഇന്നോടൊരു വീഡിയോ ഇട്ടതാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ഞാനിപ്പോൾ നിരപരാധിയാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും കാണത്തില്ല ചേച്ചി. അതാണ് കാലം. ഇപ്പം തന്നെ നാട്ടിലെ പിള്ളേർ തന്നെ സ്വന്തം അച്ഛനും അമ്മയും കാണുന്നത് തന്നെ വല്ലപ്പോഴാണ്, വീട്ടിലുണ്ടായിട്ട് പോരാണെങ്കിൽ പോലും. അതാണ് കാലം. അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, ചില പിള്ളേരാണെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കും, പഠിക്കാനും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. വരുമ്പോൾ എന്തെങ്കിലും കഴിക്കുക, പോവുക, കിടക്കുക, അങ്ങനെ. ചില അവന്മാർ മരുന്നടിക്കാൻ പോകും, ചില അങ്ങനെ ആ ഒരു കാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും. അപ്പം ഇന്ന് നടന്ന ന്യൂസ് 4 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ തന്നെ ആൾക്കാർ നോക്കാനും പോകത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അയാളുടെ ജീവൻ അയാൾ വീഡിയോ ഒക്കെ ചെയ്ത് ചുമ്മാ ഇരുന്നിട്ട് കൊണയടിക്കാൻ മാത്രം നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും. പറയാൻ പറ്റാത്തത് നീ ചെയ്തൊരു ഫലത്തിന് അല്ലെങ്കിൽ നീ ചെയ്തൊരു പ്രവർത്തിക്ക് കോൺസിക്വൻസ് ഉണ്ടായി, അതൊരു മരണത്തിലേക്ക് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നിനക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അത് നിന്റെ മണ്ഡലത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമവ്യവസ്ഥ അനുസരിച്ച് നീ അത് ഫോളോ ചെയ്തേ പറ്റും. എല്ലാ അതനുസരിച്ചാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നിന്ന് വഴിമാറിപ്പോയി. ഞാൻ ചോദിച്ചത് കാര്യം ശ്രീലക്ഷ്മി ആർക്കിൽ അടുത്തിരുന്നു തന്നെ പറയുന്നു അതിജീവിത എന്നുള്ളത് നിങ്ങൾ വാക്ക് ഉപയോഗിച്ചു അതിനോട് സംസാരിക്കുന്നത്. അതായത് തന്നെ ചോദ്യം. അപ്പോൾ ഈ അടുത്തിരുന്നുകൊണ്ടും ആ വാക്ക് ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ട് അതിന് തിരുത്താൻ തയ്യാറായില്ല? അതിജീവിതയാണോ ഷിംജിത? ശ്രീലക്ഷ്മി അറക്കൽ വേറൊരു വ്യക്തിയാണ്. ശ്രീലക്ഷ്മി അറക്കൽ അത് പറയാനുള്ള കൃത്യമായ അധികാരവും സ്പേസും ഉണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ എന്റെ ഒരു തണ്ടിയോ ഗ്രൂപ്പോ അല്ല. ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ എന്താണോ വാദിക്കുന്നത് ആ സംവാദത്തിൽ അപ്പുറം വശം സംസാരിക്കുന്ന വ്യക്തികൾ എല്ലാവരും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ളവരാണ്, അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ഉള്ളവരാണ് അല്ലെ. അവർ സംസാരിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് എതിർത്താണെങ്കിൽ, നമുക്ക് യോജിക്കാനാവാത്താണെങ്കിൽ, വ്യക്തിഹത്യ അല്ലെങ്കിൽ പോലും ആശയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. അത് എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ അപ്പുറത്ത് സംസാരിക്കുന്ന എല്ലാവരും കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ എന്റെ ചോദ്യം അതുകൊണ്ടാണ്, ഒപ്പം ഇരിക്കുന്ന ഒരാൾ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ വ്യക്തിയുടെ എതിർപ്പ് പ്രകടിപ്പിക്കില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല, അത് ഞാൻ ചോദിച്ചു. എനിക്ക് അവർ പറഞ്ഞതിൽ അവരുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞു, അവർ അനുഭവിച്ചതാണ്, അവർ കണ്ടതിൽ ഇങ്ങനെയാണ് അവർക്ക് തോന്നിയെന്ന് അതിജീവിതയാണ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ശ്രീലക്ഷ്മി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാട് തെറ്റോ ശരിയെന്ന് പറയാൻ ഞാൻ ആളല്ല. അവൾ കാണുന്നുണ്ടെങ്കിൽ അവളുടേതായ ഒരു അതുപോലെ തന്നെ രാഹുൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്ന എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എല്ലാ ചർച്ചയായിട്ട് നോക്കി ഒരേ ഡയലോഗ് പറയുന്നത് പേസ്റ്റ് ആൻഡ് കോപ്പി ആൻഡ് പീപ്പിളിന്റെ പേര് മാറുന്നു. ഇതെന്താണ് ഒരു അജണ്ടയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ എല്ലാ സമയം. പ്രത്യേകിച്ച് ഐശ്വര്യക്കും ശ്രീലക്ഷ്മിക്കും ഒക്കെ സംസാരിക്കാനുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസുകൾ മാത്രമായിരിക്കില്ല അല്ലെ. ചുറ്റുമുള്ളവർ നേരത്തെ തന്നെ വാക്കുകൾ സംസാരിക്കുന്നുണ്ട്, അറിയാവുന്ന വ്യക്തികൾ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ രാഹുലോട് സംസാരിച്ച കാര്യങ്ങൾ രാഹുൽ നേരിട്ടും അല്ലാതെയും അറിയുന്ന കാര്യങ്ങൾ രാഹുൽ സംസാരിക്കും. തീർച്ചയായിട്ടും രാഹുൽ സംസാരിക്കാം. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് എന്റെ പുറത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ സ്പേസുകളെ മറ്റുള്ളവർ പറയുന്ന സ്പേസ് വെച്ച് തുലനം ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് മറ്റൊരാൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓക്കെ ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ, ഐ വിൽ ടേക്ക് ഇറ്റ് ആൻഡ് ഐ വിൽ ഡ്രിങ്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് നമ്മൾ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ ഓൾറെഡി ശ്രീലക്ഷ്മിക്ക് അത് അങ്ങനെ അനുഭവപ്പെട്ടോണ്ട് കൂടി പറഞ്ഞു എന്ന് പറയുന്നു. രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ പറയുന്നു നമുക്ക് അത് എന്താണെന്നുള്ളത് ബോധ്യപ്പെടാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ എക്സ്പീരിയൻസ് രാഹുലിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണൽ ലൈഫിൽ. ഈ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെയാണ് ആളുകൾ പുള്ളി അഡ്രസ് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല. പുള്ളി അഡ്രസ് ചെയ്തിരിക്കുന്ന മുഴുവൻ മറ്റേ പൊതുപ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് കളങ്കാവൽ സിനിമയെ ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് അച്ഛനെ കുറിച്ച് പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ കാഴ്ചയിൽ ആൾക്ക് ഞാൻ അനുഭവിച്ചോളം വേദന ആൾ അനുഭവിച്ചിട്ടില്ല ലൈഫിൽ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മുൻവിധിയോട് കാണാൻ പറ്റുക? എക്സ്പീരിയൻസ് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്, വേദനയും ഇമോഷനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണ, ഒരു കാര്യം സമൂഹത്തിൽ നടക്കാനുള്ള പോസിബിലിറ്റികളെ കുറിച്ച് പൂർണ്ണമായും വിശകലനം ചെയ്യാനായിട്ട് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുന്ന രാഹുൽ ഈശ്വറിന് സാധാരണ ജനങ്ങളിൽ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇറങ്ങി നടന്ന് അവരുമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിനെ കുറിച്ച് സാധാരണ ആൾ വേറെ സൂപ്പർ ബോൾ വേറെ ആളോടൊന്നല്ല. മോദി സഹിതം നമ്മുടെ ചീഫ് മിനിസ്റ്റർ എല്ലാവരും ജീവിക്കുന്ന ഇതേ സമൂഹത്തിൽ. അതിന്റെ അർത്ഥം എല്ലാവരും ഇറങ്ങി നടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ കാണുന്നോ തൊട്ടറിയുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പറ്റും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അറിയാം. ഒരു തേർഡ് പേഴ്സൺ പറയുവാണെങ്കിൽ രാഹുൽ ഈശ്വർ അത് ചെയ്തു, രാഹുൽ ഈശ്വർ ഹെൽപ്പ് ചെയ്തു ഫിനാൻഷ്യലി. അങ്ങനെ 25 പ്രാവശ്യം രാഹുൽ ഈശ്വർ പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഇപ്പൊ 4 വർഷം ഇല്ലായിരുന്നെങ്കിൽ പോലും ശ്രീലക്ഷ്മി കനകുന്നിലാണെങ്കിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി അറിയാവുന്ന ഒരാളെ സർക്കിൾ ഉണ്ട് എന്നുള്ളതിലേക്ക് രാഹുൽ ഈശ്വരെ സംബന്ധിച്ചിടത്തോളം അടുത്തറിയുന്ന ഒരാൾ കാണുന്ന ഒരാളെ അല്ല. അപ്പൊ ഞാൻ ഒരാളെ എനിക്ക് കൂടുതൽ അറിയാവുന്നത് ഞാൻ ചോദിക്കുന്നത് എന്റെ ചെറുപ്പം മുതൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് തുടങ്ങി. ഞാൻ ആദ്യം കണ്ടത് രാഹുൽ ഈശ്വർ, ശ്രീലക്ഷ്മി അല്ല. ശ്രീലക്ഷ്മി ഞാൻ റീസെന്റ് കണ്ട ആളാണ്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ് രാഹുൽ ഈശ്വർ. ഞാൻ കൈരളി പ്രോഗ്രാം ചെയ്ത സമയത്ത്, ഞാൻ ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ഞാൻ അല്ലെങ്കിൽ മറ്റേ ജീവനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ കാലാകാലങ്ങളായിട്ട് കോമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതേ സ്പേസിൽ നിന്നിരുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വർ. ഇവിടെ മറ്റേ IBയുടെ മറ്റേ ക്രിക്കറ്റിന്റെ മറ്റേ സ്റ്റേഡിയത്തിന് മുമ്പിൽ വെച്ച് ഞാൻ ഒറ്റ സ്ത്രീകളായിരുന്നു രാഹുൽ ഈശ്വറിന്റെ കൂടെ, ഒറ്റ ഒരാളായിരുന്നു. ബാക്കി എല്ലാ ആൾക്കാരും പുരുഷന്മാരായിരുന്നു അവിടെ നിന്ന്. രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു അവിടെ. അന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇഷ്യൂ വേറെ കുറെ ഇഷ്യൂകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ രാഹുൽ ഈശ്വറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ എനിക്ക് ശ്രീലക്ഷ്മിനെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ തന്നെയാണ്. എനിക്ക് വേദന ശരിക്കും ഉണ്ടാക്കിയത് ഈ ജനങ്ങൾ ഇതിനെടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് അയാൾ മരിച്ചു. 27 ലക്ഷം പേര് കണ്ടതിന് ശേഷം ഇയാൾ മരിക്കുന്നു. ആ മരണത്തിന് ഉത്തരവാദിത്വം ഈ സ്ത്രീക്ക് മാത്രമാണെന്ന് പറയുന്നത്. 27 ലക്ഷം രൂപ പേര് കണ്ടിട്ട് ഈ സ്പേസ് ഈ ചെറുപ്പക്കാരൻ ഇത്ര 2-3 ദിവസം കൊണ്ടോ ഇവരുടെ വീട്ടിൽ പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസിലാണ് അയാൾ ജീവിച്ചിരുന്നത്. അയാൾക്ക് എന്ത് കണക്ഷനാണ് അയാൾ വീട്ടുകാരുമായിട്ട് ചുറ്റുപാടും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിനകത്ത്. പിന്നെ ഇയാളുടെ സൈക്കോളജി ചേച്ചി മനസ്സിലാവുന്നില്ലെന്നോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അമ്മമാരോട് പറയും? പ്രത്യേകിച്ച് പ്രായം ചെന്ന സ്ത്രീകളാണ്. അച്ഛനും ആയാലും അമ്മയാണെങ്കിലും നല്ല പ്രായമുള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും? ചില ആൾക്കാരൊക്കെ ടെൻഷൻ അടിക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുമായിരുന്നു. അമ്മ ഇന്ന പോലെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്.
ഇന്ന പോലെയാണ്. കാരണം ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ കൂടുതൽ മിണ്ടാറൊന്നുമില്ല, സംസാരിക്കാറൊന്നുമില്ല. ഈ അടുത്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ അമ്മ, അച്ഛൻ, വീട്, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നു, 1-2 ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടുന്ന് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്താ പറയണ്ടേ, ഇവരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പേരൻസിനോട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ കുറച്ച് ആൾക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞില്ല 1-2 ഫ്രണ്ട്സ്, അവരോട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അമ്മമാരോട് പറയാൻ പറ്റത്തില്ല. അവർക്ക് ടെൻഷൻ കൂടും. ഞങ്ങളുടെ അമ്മയുടെ പണ്ടൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഓരോ കാര്യങ്ങളും അപ്പോൾ പുള്ളിക്ക് അന്ന് ഉറക്കം പറ്റത്തില്ല. നല്ല വെപ്രാളോ, അമ്മ എനിക്ക് നെഞ്ചു വേദന എടുക്കുന്നത് അങ്ങനെയാണ്, മറ്റേയാണ്, മറിച്ചാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയാതിരുന്നിട്ടുണ്ട്. ഈ ചെക്കൻ്റെ, ഈ മരിച്ചുപോയ ദീപക്കേട്ടൻ്റെ പ്രായം 37 വയസ്സുണ്ട്. പുള്ളിക്ക് അത്യാവശ്യം നല്ല പക്വതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വീട്ടിൽ പറയാൻ പറ്റാത്തതാണെങ്കിൽ പുള്ളി അത് പറയത്തുമില്ലായിരിക്കാം. കാരണം എന്തിനാ വീട്ടുകാരെ ടെൻഷൻ അടിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ച് സംസാരിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇവർ പറയുന്ന ഓരോ വിവരക്കേടായിട്ടേ എനിക്ക് തോന്നുന്നത്. ഇവരെയൊക്കെ പിടിച്ച് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരിക. ഇവരെന്തുവാ പറയുന്നത് പോലും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇതാണ് ഒരു വീഡിയോ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്താണ് ഇവരിങ്ങനെ വിവരക്കേട് പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ ഇങ്ങനെ ഉണ്ടോ ഓരോ മനുഷ്യർ? വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഓക്കെ, ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു മനുഷ്യനും അത് മനസ്സിലാകത്തില്ല. കഷ്ടം. അവസ്ഥകൾ. അയാൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. ഞാൻ ഒരിക്കലും ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ റിയലി ഫെൽ ലൈക്ക് ഹി ഹാസ് ഹിസ് ഓൺ വീക്ക്നെസ്. അല്ലെങ്കിൽ അയാൾ സോഫ്റ്റ് പേഴ്സൺ ആയിരുന്നിരിക്കാം. അയാളുടെ മരണം ചിലപ്പം ഈ കേസ് മുന്നോട്ട് പോയി ഇയാൾ മരിച്ചില്ല, അവൾ കൊണ്ട് കേസ് കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും. ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിക്ക് ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് റെസ്പോൺസ് കണ്ടിട്ടായിരിക്കും അവർ വിചാരിച്ച റെസ്പോൺസ് ആയിരുന്നില്ല. ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിലേക്ക് തെറ്റൊരാൾ ചെയ്തു, അതിനെക്കുറിച്ച് സംസാരിച്ചു, റെസ്പോൺസ് കണ്ടതിന് ശേഷം മെജോറിറ്റി അത് അഗൈൻസ്റ്റ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിൽ മാറും. ആൾ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് കിട്ടിയേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവർ നിന്ന് കൊടുക്കുന്നു. അതിന്റെ ഒരു ജസ്റ്റിസിൽ അവർ ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് എന്തോ അവർ ഉദ്ദേശിച്ച് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ചത് അയാൾ തട്ടണം. ആങ്കർ ചോദിച്ച ചോദ്യം കറക്റ്റ് ചോദ്യമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇത്രയും ഒരു പ്രശ്നമായപ്പം ഈ പെണ്ണിന് എഗെയിൻസ്റ്റ് വന്നപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്തു. മറ്റവൾ ചോദിച്ചപ്പം അവിടെ എന്നിട്ടും എന്താ പറയണ്ടേ, എന്തെങ്കിലും പറഞ്ഞ് ഇവനെ അടിച്ച് താഴെ ഇടണോ എന്നുള്ള ഒരു ഇതിലാണ് ഈ ഐശ്വര്യ സംസാരിക്കാൻ പോകുന്നത്. ന്യായമില്ലാത്ത കാര്യത്തിന് ന്യായം ഉണ്ടാക്കി സംസാരിക്കാൻ ഈ ഫെമിനിസ്റ്റിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞല്ല ഇവന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഭാഗത്ത് ഒരു തെറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ അവൾ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു തെറ്റുമില്ലാത്ത അവൾ എന്തിനു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? എന്തിന്? ആർക്ക് വേണ്ടി? ഇനി ചേച്ചിയുടെ ബാക്കി നായകരും കേൾക്കാം. ഉദ്ദേശിച്ച് അല്ല അയാൾ മുന്നേ തട്ടാത്തൊരുത്തിന്റെ എടുക്കൽ നിന്ന് കൊടുത്ത് അവർ തട്ട് വാങ്ങിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത്. ദിസ് ഇസ് മൈ ലോജിക്കൽ പോയിന്റ് ഐ ആം സേയിങ്. ഐ കാൻറ്റ് ബിലീവ് ദാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ നിന്നുള്ള ആൾ തട്ടെന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്കാണ് ഒരു തിരക്കുള്ള ബസ്സിലോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ബസ്സിലോ ഈ സ്പേസ് ഇല്ലാത്ത വീട് തട്ടൽ ആ ആളുടെ മൈൻഡിൽ ഇത് ഇങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആൾക്ക് വേണ്ടി നേരത്തെ പറയുന്നു മുമ്പിൽ നിന്ന ഒരാൾക്ക് ഇതേ അനുഭവം ഉണ്ടായപ്പോൾ ഒപ്പം നിന്ന സ്ത്രീ എന്താണ് കേസ് കൊടുത്തേക്കുന്നത്? എന്റെ ഫേസ് അതിൽ വന്ന് അത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ കേസ് കൊടുക്കാൻ തയ്യാറായ ഒരാൾ എനിക്കും അതേ അനുഭവം ഉണ്ടെന്നുള്ളത് പറയാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവരാണ് ചെയ്തെന്ന് തോന്നില്ല എനിക്ക്. അതിന്റെ തൊട്ടപ്പുറത്ത് റെഡ് കളറിൽ സ്ത്രീ പരാതി കൊടുത്തു പറഞ്ഞത്. അതിനേക്കാൾ മുമ്പ് ഇതിന് മുമ്പ് ഒരു സ്ത്രീക്ക് അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. ആൾ മുഖം കണ്ടിട്ട് അല്ലെങ്കിൽ ആണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങാൻ തയ്യാറായി എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് ഇല്ലേ? ബസ്സിലെ വീഡിയോ വന്നു, അതിലൊന്നും അത്തരത്തിലുള്ള വീഡിയോ ഉള്ളൂ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ പരാതി കൊടുത്ത സ്ത്രീ അല്ലാതെ മുമ്പ് അനുഭവം ഉണ്ടായ സ്ത്രീ പോലും വാക്കുകൊണ്ട് പറയാനോ തയ്യാറാവില്ല. ആൾക്ക് പുറത്ത് വരാതെ സംസാരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഇത്രയും പ്രതി ചേർക്കപ്പെട്ട് പോലും മരണം സംഭവിച്ചിട്ട് പോലും ആദ്യം മാധ്യമങ്ങളിൽ മുഖം വരുമ്പോൾ ഷിംജിത്തിന്റെ മുഖം ഫേസ് ബ്ലറായിരുന്നു അല്ലെ? എത്രയോ കേസുകളിലെ സ്ത്രീകളുടെ മുഖവും പേരും പുറത്തു വരാതെ ചെയ്തിരിക്കുന്നു അല്ലെ? അപ്പോ അതിനെ പേടിച്ചിട്ട് ചെയ്യണമെന്നല്ലേ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്റെ വാക്കോ പേരുകളോ അല്ലെങ്കിൽ എന്റെ ഇതോ മേൽവിലാസമോ കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ പരാതിപ്പെടാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ചെയ്യും. അതത്രേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവർക്ക് വിശ്വാസം ഇല്ലായിരിക്കും അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് രീതിയിൽ കിട്ടുന്നത്. എന്റെ വിശ്വാസമല്ലോ അവരുടെ വിശ്വാസം, അവരുടെ കാഴ്ചപ്പാടും വരെ ആയിരിക്കും. സോ എനിക്ക് അവർ അനുഭവം ഉണ്ടാവാത്തത് കൊണ്ടാണ് എന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് വ്യത്യാസം. എൻ്റെ പൊന്നു ചേച്ചി, അതുപോലെ ഉള്ളു ഇവിടുത്തെ ജനങ്ങളുടെയും കാര്യം പറഞ്ഞ മനസ്സിലായി. നിങ്ങളുടെ കാഴ്ചപ്പാടല്ല ഇവിടുത്തെ ജനങ്ങളെ. എന്തായാലും ഒരു 10 കോടി ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടെങ്കിൽ അതിലെ 9.99 സംതിങ് ആൾക്കാരും ഈ പറയുന്ന ദീപകിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ന്യായം ഉള്ള കാര്യമായിട്ട് തോന്നി അവൻ്റെ ഭാഗത്ത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഫോൺ അടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നുണ്ട്. എന്ത് വിവരക്കേടാണ് ഇവർ വിളിച്ച് പറയുന്നതെന്ന് കൂടാണ് ഞാൻ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ മനുഷ്യര് കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളെ, അല്ലാതെ ഇപ്പൊ എന്തോ പറയാനാ? അതെനിക്ക് പറ്റില്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കൃത്യമായ ധാരണയുണ്ട്. അതെനിക്കിപ്പം കൺക്ലൂഡ് ചെയ്ത് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് നിയമം നടക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് അത്ര വ്യക്തമായിട്ട് അയാൾ ചെയ്തില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞേനെ ദീപക് ഇന്നസെന്റ് ആണ്, ഐ എം സോ സോറി പാരന്റ്സ്, ഞാൻ പറയാൻ തയ്യാറാണ്. നാളെ ഇനി അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിലും എന്റെ ഈ
ചിന്ത അല്ലെ എന്റെ ഈ തോട്ട് എന്റെ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദാറ്റ് തിങ് ഇസ് നോട്ട് ഗോണ ചേഞ്ച്. എനിക്ക് വളരെ വ്യക്തമായി അതിൽ ഇന്നസെന്റ് ആണെന്ന് അത് തോന്നുന്നു. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ കൊണ്ടാണോ? അതുകൊണ്ടല്ല. അല്ല. അല്ല, എന്താണോ തരുന്ന പ്രൊട്ടക്ഷനെ വല്ലാതെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടി സംഭവിക്കുമ്പോൾ കൂടിയല്ലേ? ഉറപ്പായിട്ടുണ്ട്. അതിന് നമ്മുടെ നിയമവും നമ്മുടെ നിയമവ്യവസ്ഥയെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെ അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കേപ്പബിൾ ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ശരി തെറ്റുകളെന്ന് ചിന്തിക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിധി എഴുതുകയാണ് അല്ലെ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? നേരത്തെ കുറ്റം ആരോപിക്കുമ്പോൾ തന്നെ അവനെ നിങ്ങൾ തെറ്റുകാരനാക്കിയിട്ട് മാറ്റി ഇല്ലേ? അങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ഞാൻ പറയുന്നത്? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇത്തരം വിഷയങ്ങളായിട്ട് പോലും ഷിംജിതയുടെ ഫേസ് ഇത് വന്നതും കുറ്റം ആരോപിക്കപ്പെട്ടവൻ മരിച്ചുപോയി. അതെ. കുറ്റം ആരോപിക്കപ്പെട്ടത് ഷിംജിതയല്ല. ഷിംജിതയാണ് കുറ്റം ആരോപിച്ചത്. പക്ഷെ മരണകാരണം കൊണ്ടാണ് ഷിംജിതനെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്. ഇത് മരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് നേരത്തെ അതുകൊണ്ട് പറഞ്ഞു നേരത്തെ ഒരു പരാതി ലഭിക്കുകയോ ഈ കാണുന്ന തെളിവെന്ന രീതിയിലേക്ക് അവകാശം ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നോക്കി അപ്പം ഈ വീഡിയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളും ദീപകിനെ ന്യായീകരിക്കില്ലായിരുന്നു. ഒരാൾ ദീപക്കിന് ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല, ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുകൂടെ. അപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവിലെ പല വീഡിയോകളും ബസ്സിൽ ഞാൻ പല വീഡിയോകളും തെളിവായിട്ട് വരാറുണ്ട് ഇല്ലേ? ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുരുഷ ഭാഗത്ത് തെറ്റാണെങ്കിൽ അവൻ അഗേൻസ്റ്റ് ആണ് സംസാരിക്കാറുള്ളത് അല്ലെ? സവാദ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ മരണം കൊണ്ട് മാത്രമാണോ ദീപകിന്റെ പക്ഷം ചേരണമെന്നാണ് ചിന്തിക്കുന്നത്? ഇത്രയും കൃത്യമായ രീതിയിൽ ദീപകിന്റെ പക്ഷം ഇത്രയും ആളുകൾ ചേർന്നേക്കുന്നതും ഇങ്ങനെ ഒരു ബഹുഭൂരിപക്ഷം ഒരു മോബ് സ്പേസിൽ മറ്റേ ഈ പെൺകുട്ടി അറ്റാക്ക് ചെയ്യപ്പെടുന്നതും സ്ത്രീകൾ വരെ ഇതിനെതിരെ സംസാരിക്കുന്നതും ഇയാൾ മരണത്തിന് കാരണമാണ്. അത് മരണം കൊണ്ട് മാത്രമല്ല, മരണം കൊണ്ട് എന്താവുന്നത് ഇമോഷണൽ ആയിട്ട് ആ പെയിന്റ് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മരിച്ചതിന്റെ പേരിൽ എത്ര പേർക്ക് ശരിക്കും വിഷമമുണ്ട്? സ്വാഭാവികമായിട്ട് ഒരു മരണത്തിന്റെ തുടർച്ചയായിട്ട് എന്റെ ഏറ്റവും നഷ്ടം കുടുംബത്തിന് തന്നെയാണ്. പക്ഷെ ഒരു മരണം നമ്മളെ വേദനിപ്പിക്കാറില്ലേ? ഞാൻ മരണം വേദനിപ്പിക്കും. അത് എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ആ പെയിന്റ് ഇന്റൻസിറ്റിയും ഡെൻസിറ്റിയും കുറയാറുണ്ട്. അല്ലെങ്കിൽ പക്ഷെ നമ്മൾ മിസ്സിംഗ് എപ്പോഴും ഉണ്ടാവും, ഒരു വ്യക്തിയുടെ മിസ്സിംഗ്. പക്ഷെ ദീപകിനെ എനിക്ക് മിസ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ആ മിസ്സിംഗ് ആണ് പെയിനിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ മരണം സോക്കോൾ മരണം ട്രൂത്ത് ആണ്, മരണം സംഭവിക്കും. എനിക്ക് നാളെ അങ്ങോട്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നത് മുമ്പുണ്ടായിരുന്ന സവാദ് വിഷയത്തിൽ സവാദ് മരണപ്പെട്ടിരുന്നു, ഇപ്പൊ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ മരണപ്പെട്ടു ന്യായീകരിക്കുമായിരുന്നു? സവാദിൻ ആരുടെ മരണവും ഞാൻ ന്യായീകരിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു തെറ്റ് ശരിയെ പക്ഷം ചേർക്കുന്നത് മരണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയായിരിക്കും, പക്ഷേ ഈ കേസിൽ അതാണ്. ഈ കേസിൽ അതിന് മേജർ ആയിട്ട് ഒരു റോൾ ഉണ്ടെന്ന് ഞാൻ പറയും. ഒരു 80% റോൾ ഈ മരണത്തിന് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇപ്പൊ ഇനിയും അത് പക്ഷേ അന്ന് അപ്പം നടന്നത് എന്തുമായിക്കോട്ടെ, പക്ഷെ അയാൾ മരണശേഷമുള്ള ഈ മോബിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, ആ വീഡിയോ പ്രചരിപ്പിച്ചപ്പോഴൊന്നും അല്ല, ഈ മരണശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാധനം ഇതിനെ റെസിസ്റ്റ് ചെയ്യാനോ ഇതിനെ അഗേൻസ്റ്റ് സംസാരിക്കാനോ ആയിട്ടോ ഒരു കോമൺ മാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു സ്ത്രീക്കും പുരുഷനും ബുദ്ധിമുട്ട്. മരണം കൊണ്ട് മാത്രമല്ല, അത് ആൾ തെറ്റുകാരാനുള്ള വീഡിയോയിൽ കാണാൻ സാധിക്കാത്തതും അതിനൊപ്പം തന്നെ നിങ്ങളുടെ രീതിയിലേക്ക് ആളായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവാത്തതും. തനിക്ക് എന്തുകൊണ്ട് റോൺ എന്തുകൊണ്ട് അത് സാധിക്കാത്തെന്ന് അറിയാം? താങ്കൾക്ക് ആ ബുദ്ധിയിലല്ല താങ്കൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നത്. താങ്കൾ ചിന്തിക്കുന്ന ബുദ്ധിയിൽ തനിക്കൊരു ഗ്രോപ്പിംഗിന്റെ അല്ലെങ്കിൽ ഒരു അബ്യൂസിന്റെ ചിന്താതിയില്ല. ഇതാണ് ഞാൻ രാഹുൽ ഈശ്വരനോട് ചോദിച്ചത്. നിങ്ങൾക്ക് ആ ഒരു സ്പേസ് പരിചയമുണ്ടോ? നിങ്ങളുടെ ചിന്തയിൽ ഒരു പുരുഷൻ അങ്ങനെ ചെയ്യില്ല, ഇത് സംഭവിക്കാം എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കിടപ്പുണ്ട് എല്ലാവരുടെയും തലയിലുണ്ട്. ഇത് നോർമലി സംഭവിച്ചതായിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് ഇതിന് സാധ്യതയുണ്ട്, ഇതില്ലാതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ 24-നകത്ത് ഇവര് രാഹുൽ ഈശ്വരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ വന്ന് ബസ്സിൽ വന്നിട്ട് കൈ പൊക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ആ ഇനവാ കൈ പൊക്കിയാലെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇത്. എനിക്ക് ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഇവരെ പോലുള്ളവരൊക്കെ വിളിച്ച് വരുത്തി ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവരോട് പുച്ഛം മാത്രമേ തോന്നിയുള്ളൂ, സത്യം പറഞ്ഞാൽ. പിന്നെ ആങ്കറിന്റെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു ഫാമിലിയുടെ അവസ്ഥ, മകൻ മരിച്ചിട്ട് ചിത പോലും കത്തി തീർന്നിട്ടില്ല, അതിനു മുമ്പേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ആഘോഷിക്കുകയും കൊട്ടുകയും ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവക്കുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവരെ പോലുള്ളവരൊക്കെ പിന്നെ അറിയാമല്ലോ, എന്ത് ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കാനേ പോകത്തുള്ളൂ. കാരണം എന്നാലേ ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ, ലവ് യു.